അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ രാജ്. ഞാൻ കുറച്ച് ചരിഞ്ഞൊക്കെയാണോ ഇരിക്കുന്നത്, മൂന്നാണോ ഇരിക്കുന്നത്? ഇന്ന് ഞാൻ സംസാരിക്കാൻ എടുക്കുന്ന ഒരു വിഷയം സ്നേഹം. എല്ലാവർക്കും അറിയാം, ലോകത്ത് ഉള്ള സകല ജീവജാലങ്ങൾക്കും ഈ ഒരു ഫീലിംഗ് അറിയാം. ആ ഒരു ഫീലിങ്ങിന് വേണ്ടി പരക്കം പായുന്ന ഒരു ലോകം, ഒരു വലിയ ഒരു ലോകം, സ്നേഹമെന്ന ആ ഒരു ഫീലിങ്ങിന് വേണ്ടി പരക്കം പായുന്ന വലിയൊരു ലോകം. പലരും അതനുഭവിക്കുന്നു, പലരും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു, പലരും അത് അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. ഞാൻ പലരെയും സ്നേഹിച്ചു. എൻ്റെ അമ്മയെ സ്നേഹിച്ചു, എൻ്റെ അച്ഛനെ സ്നേഹിച്ചു, എൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചു, എൻ്റെ ബന്ധുമിത്രാദികളെ സ്നേഹിച്ചു, ജീവജാലങ്ങളെ സ്നേഹിച്ചു, പലരെയും ഞാൻ സ്നേഹിച്ചു. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഏറ്റവും കൂടുതലുണ്ട്. ഞാൻ മാത്രം സ്നേഹിച്ചു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. കാരണം ഞാൻ സ്നേഹിച്ചപ്പോൾ എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടിയില്ല. ഞാൻ ആരെയൊക്കെ സ്നേഹിച്ചു, അവരാരും എന്നെ സ്നേഹിച്ചില്ല എന്നുള്ള പരാതി പറയുന്നവർ ആണ് കൂടുതലും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഞാൻ ഈ പറയുന്നതൊന്നും പുതിയ വിഷയങ്ങളൊന്നുമല്ല. പല പ്രാവശ്യം പല ആൾക്കാർ, എത്രയോ പ്രഗത്ഭന്മാരായ ആൾക്കാർ, അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ, എത്രയോ പേർ, എത്രയോ ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞ, ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനൊരു അന്ത്യം ഇല്ല. കാരണം സ്നേഹത്തിനൊരു അതിരുകളില്ല. അപ്പോൾ സ്നേഹത്തിനേ അതിരുകളില്ല എങ്കിൽ പിന്നെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ അതിരുകളുണ്ടോ? അതിനും അതിരുകളില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് സ്പേസ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തുടക്കം തന്നെ പറഞ്ഞ ഒരു വിഷയം എന്താണ്? നമ്മൾ സ്നേഹിച്ചു. ഞാൻ സ്നേഹിച്ചു, ഞാൻ എൻ്റെ എല്ലാവരെയും സ്നേഹിച്ചു, പക്ഷെ ആരും എന്നെ തിരിച്ച് സ്നേഹിച്ചില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ യഥാർത്ഥത്തിൽ അവരെയൊക്കെ സ്നേഹിക്കുകയായിരുന്നു എന്ന്. നമ്മൾ യഥാർത്ഥത്തിൽ അവരെയൊക്കെ സ്നേഹിക്കുകയായിരുന്നു. സ്നേഹിക്കുന്നവർ എന്നെ തിരിച്ച് സ്നേഹിക്കണം, ഞാൻ ആരെ സ്നേഹിച്ചോ അവരെന്നെ തിരിച്ച് സ്നേഹിക്കണം എന്ന് നമുക്ക് വല്ല കണ്ടീഷൻ വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ കണ്ടീഷൻ വെച്ചുള്ള സ്നേഹം നമ്മൾ അവിടെ ചെയ്തു എങ്കിൽ അത് സ്നേഹമാണോ? അതോ വെറുമൊരു പ്രകടനമാണോ? വെറുമൊരു അഭിനയമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അമ്മയാണ് എന്ന് പലരും പറയും. ചിലർ പറയും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയാണ്. ചിലർ പറയും എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, ഞാൻ മക്കളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് പറയും. ചിലർ പറയും ഞാൻ എൻ്റെ സഹോദരനെ, എൻ്റെ മൂത്ത സഹോദരനെ കൂടുതൽ സ്നേഹിച്ചു, എൻ്റെ ഇളയ സഹോദരനെ കൂടുതൽ സ്നേഹിച്ചു. അപ്പോൾ ഇവിടെ കൂടുതലും കുറവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വീണ്ടും വരുന്നുണ്ട്, ഇല്ലേ? കൂടുതലും കുറവും എന്നുള്ളൊരു വിഷയം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്നേഹം കൂടുതലും കുറവും എന്നുള്ള ഒരു വേർതിരിവിലേക്ക് സ്നേഹം എങ്ങനെയാണ് വരുന്നത്? സ്നേഹത്തെ എങ്ങനെ വേർതിരിക്കുവാൻ കഴിയുമോ?
കൂടുതലെന്നും കുറവെന്നും ഒക്കെ പറഞ്ഞ് സ്നേഹത്തെ വേർതിരിക്കുവാൻ കഴിയുമോ?